പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി സംസ്ഥാന ഗവർണർ കോളേജിലെ മുൻ VC MR ശശീന്ദ്രനാഥിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 30 ദിവസത്തിനകം മറുപടി നൽകാനും നിർദ്ദേശം. കൂടാതെ മുൻ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെയും കൂടുതൽ നടപടിക്ക് നീക്കം. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, എന്തായാലും ഇക്കാര്യത്തിൽ ഗവർണർ നേരിട്ട് ഇടപെടുകയാണ്. ഏതാനും നാൾ ഇതിൻ്റെ അന്വേഷണം ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും വലിയ നടപടികളൊന്നും ഉണ്ടാകാതെ വന്നതോടുകൂടിയാണോ കേരള ഗവർണർ ഇക്കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്? അഖിൽ, വിനോദ്, കേരളത്തിൻ്റെ പൊതുമനസാക്ഷികളിൽ വീണ്ടും രക്ഷിതാക്കൾക്ക് മുൻപിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചതായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണം. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഇടിമുറികൾ സൃഷ്ടിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ ക്യാമ്പസകത്ത് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്വൈരമായി പഠിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷമല്ല കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് എന്ന എല്ലാ തരത്തിലുമുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദാരുണമായ മരണം കൂടിയായിരുന്നു സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. കാരണം സിദ്ധാർത്ഥനെ ക്യാമ്പസിനകത്ത് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുന്നു. അവിടുത്തെ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിക്കുന്നു, വിവസ്ത്രനാക്കി പോലും അക്രമത്തിന് ഇരയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയും ഒക്കെ തന്നെ അതിക്രമം ആ ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ട് പോലും ആ ക്യാമ്പസിൻ്റെ അധികൃതർ ഒരു തരത്തിലുമുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന ഏറ്റവും ദുഃഖകരവും ഖേദകരവുമായ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ സിദ്ധാർത്ഥൻ്റെ കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ്റെ മരണത്തിന് കാരണമായ വിദ്യാർത്ഥികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം, കൊലക്കുറ്റമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതായിരുന്നു സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ ആവശ്യമായി മുന്നോട്ട് വെച്ചത്. അതിനു പിന്നാലെ ആ ഗവർണറെ കാണാനും അതുപോലെ തന്നെ മന്ത്രിമാരെ കാണാനും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയെ പോലും നേരിട്ട് പോയി കണ്ട് പരാതി പറയുന്ന സാഹചര്യം ഒക്കെ തന്നെ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാകുന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു കമ്മീഷനെ വെച്ച് അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിടുന്ന സർക്കാർ സംവിധാനമൊക്കെ തന്നെ കണ്ടത്. പക്ഷേ അത് ഒരു ഇഴഞ്ഞ മട്ടിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ആ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്നത് കോളേജിന്റെ മുൻ VC ആയ MR ശശീന്ദ്രനെയും അതുപോലെ തന്നെ മുൻ ഡീനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 30 ദിവസത്തിനുള്ളിലാണ് ആ നടപടി, ഒരു മറുപടി നൽകണമെന്ന കാരണം കാട്ടിക്കൽ നോട്ടീസ് ഇപ്പോൾ ഗവർണർ. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അമ്മ തന്നെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഒരുപാട് നാളത്തെ പോരാട്ടം, ഒരുപാട് നാളത്തെ ആവശ്യമാണ് മകൻ്റെ നീതി എന്നുള്ളതാണ്. ഇപ്പോൾ അതിനൊരു വെളിച്ചം വീണ്ടും വീശുകയാണ്. ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കും. എങ്ങനെ പ്രതികരിക്കുന്നു? അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മുതലേ ബഹുമാനപ്പെട്ട ഗവർണർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് കാര്യം പറയാനായിരുന്നാലും അതിനൊരു തീരുമാനം എടുക്കുന്നതിനാൽ അദ്ദേഹം സഹകരിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ 1.5 മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ ഒരു സസ്പെൻഷൻ അത് നിൽക്കുകയായിരുന്നു. ആദ്യത്തെ VCക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി, അതായത് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ അത് കഴിഞ്ഞ മാസം ജൂലൈ 4 തന്നെ കഴിഞ്ഞിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സസ്പെൻഷൻ എന്നുള്ളത് ഞങ്ങൾ അന്നേ തീരുമാനിച്ചിരിക്കില്ല. ഞങ്ങൾക്ക് അറിയാം ഇവർ 3 പേരുടെയും ഇവരുടെ നോട്ടക്കുറവ് അല്ലെങ്കിൽ ആ കോളേജിൽ ഇവരുടെ ഉത്തരവാദിത്വക്കുറവാണ് പ്രതികൾ എന്നുദ്ദേശിക്കുന്ന ഞങ്ങൾ പറയുന്ന കുട്ടികളെ കൂടെ നിൽക്കുന്നവരായി വരും. അപ്പോൾ ഇവർക്ക് സസ്പെൻഷൻ അല്ല, ഞങ്ങൾ ഡിസ്മിസ്, അവരെ ഇനി കോളേജിൽ അവരുടെ പ്രവർത്തനം വേണ്ട എന്നുള്ള രീതിയിൽ ഡിസ്മിസ്സാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞതാണ് കോളേജിലെ ക്യാമ്പസിനകത്ത് നടക്കുന്ന അക്രമങ്ങൾ പലതവണ ഈ അധികൃതർ മുമ്പിൽ സിദ്ധാർത്ഥ അടക്കമുള്ള വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടും അമ്മ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ സസ്പെൻഷൻ ഇല്ല, അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ വിദ്യാർത്ഥികൾക്കെതിരെ അന്വേഷണം നടത്തി, ഈ അധ്യാപകർക്കെതിരെ അന്വേഷണം നടത്തി, ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ വന്ന റിപ്പോർട്ട് എന്താണ്? ഞങ്ങളിപ്പോൾ അറിഞ്ഞതെന്ന് വെച്ചാൽ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പേര് പറയാതെ ഒരു പാർട്ടിയുടെ കാര്യം അവിടെ അതാ വാകുന്നത്. അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നു, അവിടെ ഒരു SFI ഒരു യൂണിയനേ ഉള്ളൂ പ്രവർത്തിച്ചിട്ടുള്ളൂ, ഒരു SFI യൂണിയനാണ്. അപ്പോൾ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കാൻ നിന്നവരായി ഇവർ 3 പേരും. ഇവർ 3 പേരല്ല, ഇനിയും ആളുകളുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ സസ്പെൻഷനിലാണ്. ഇപ്പോൾ ഡിസ്മിസ് എന്ന് പറയുമ്പോൾ ഡിസ്മിസ് അല്ല, ഞങ്ങൾ അതിനും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, സ്വപ്നങ്ങളാണ്. അവൻ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നമായിരുന്നില്ല അവൻ്റെ. അപ്പോൾ അവൻ്റെ പ്രതീക്ഷ, ഞങ്ങളുടെ സ്വപ്നം, ഇതെല്ലാം ഉടച്ചു കളഞ്ഞത് കോളേജിന് ഉത്തരവാദികളായ, കോളേജിന് എന്തെല്ലാം നിയമങ്ങൾ
കയ്യിലെടുക്കാൻ കഴിവുള്ളവരാണ് ഇവർ 3 പേരും. അവർ തന്നെ ഈ പ്രതികൾക്ക് കൂട്ടുനിന്നു. ഈ അമ്മ സൂചിപ്പിച്ചതൊരു ആ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അത് SFI ആണ്. ഈ സർക്കാരിന് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ തണലിലുള്ളവരാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഈ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകുക, സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുക എന്ന ആശങ്ക ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെ ഗവർണറുടെ ഇടപെടലിൽ കൂടെ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും അത് നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്നാണ് ഞങ്ങൾ ഇപ്പോൾ അറിയുന്നത്. പിന്നെ ഈ യൂണിവേഴ്സിറ്റി പരമായി എന്ത് കാര്യങ്ങൾ നടന്നിരുന്നാലും അതൊക്കെ ഞങ്ങൾക്ക് ചില സമയത്ത് എക്സാം എഴുതാൻ സഹായിച്ചതും അതെല്ലാം യൂണിവേഴ്സിറ്റിക്ക് ഒന്നുകിൽ അവരെ എതിർക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങളിപ്പോൾ അറിഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് ഇവരെ 3 പേരുടെയും ഇതുവരെ വാങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, അതായത് ഞങ്ങൾ ഇനി എത്ര കാലം പ്രതീക്ഷിച്ചിരുന്നോ, ഞങ്ങൾ ഒരു സ്വപ്നമായിരുന്നു, ഞങ്ങളുടെ ഒരു ജീവിതമായിരുന്നു. ഒരു മൂത്ത കുട്ടിയാണ്, അവന് എവിടെ എത്തണം എന്നാഗ്രഹിച്ച് അവൻ്റെ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പോലെ അദ്ദേഹം 3 പേരും അവിടെ നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങിയിട്ടാണോ അവിടെ എല്ലാ പേർക്കും ഇത്രയും കാലം ഒത്താശ കൊടുത്തിട്ടുള്ളത്. കോളേജ് പെട്ടെന്നൊരു ദിവസം ഒരു യൂണിയൻ വന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകുകയില്ലല്ലോ. അത് ഇങ്ങനെ കാലങ്ങളോളം ഈ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിയിട്ടായി കുട്ടികളെ ഇത്രയും ചതിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടോ ഗവൺമെൻറ്റിൽ നിന്ന് അത് തിരികെ കൊടുക്കുക, ഡിസ്മിസ് ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ഈ ഗവർണറിൽ മാത്രം തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷയുള്ളത്. അതെ, CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾക്കതിൽ വിശ്വാസമാണ്. അത് നല്ല രീതിയിൽ നടക്കും. അല്ലെങ്കിൽ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് നീതിക്ക് വേണ്ടി. ഇപ്പോൾ ഞങ്ങൾ മരണം വരെ അതിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് വരെ, അവൻ്റെ ഒരു നീതിക്ക് വേണ്ടി. പ്രതികൾ എന്ന് ഉൾപ്പെടുമ്പോൾ ഇവർ 3 പേരും മറ്റുള്ള പ്രതികളെ കൂടെ, അതായത് കൊലക്കുറ്റത്തിന് കുറ്റവാളികൾ ഒരു നിമിഷം ഇവർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലൈസ് എങ്കിലും ചെയ്യാമായിരുന്നു. വേദനയോടുകൂടി അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ കേരളത്തിൻ്റെ പൊതുമനസാക്ഷി, കേരളത്തിൻ്റെ മാതൃത്വം, കേരളത്തിലെ രക്ഷിതാക്കളൊക്കെ തന്നെ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥികൾ അയക്കുമ്പോൾ ആശങ്കയോടുകൂടി തന്നെ കേൾക്കുന്ന വാക്കുകളാണ്. അതിൽ അമ്മ പ്രധാനമായും സൂചിപ്പിച്ചത് ജുഡീഷ്യൽ അന്വേഷണത്തിലോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ തന്നെ പ്രതികളെയോ അല്ലെങ്കിൽ പ്രതികൾക്ക് ഒത്താശ ചെയ്യാൻ സഹായിച്ചവരെയോ ഒക്കെ തന്നെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ അതിനെയും മറികടന്നുള്ള ഒരു നീതി പോരാട്ടത്തിന് അല്ലെങ്കിൽ ആ നീതി തേടിയുള്ള യാത്ര തുടരും എന്ന് തന്നെയാണ് അമ്മ ഇപ്പോൾ ജനം ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത്. CBI അന്വേഷണം നടക്കുന്നുണ്ട്, അതിൽ വിശ്വാസമുണ്ട്. ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ ആദ്യഘട്ടം മുതൽ ഗവർണർ ഈ വീട്ടിലെത്തുന്ന മുതൽ പ്രഖ്യാപിച്ച പിന്തുണയിൽ തന്നെ ഇപ്പോഴും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ ഇടപെടൽ നടത്തുന്നത് എന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. എന്തായാലും സിദ്ധാർത്ഥൻ്റെ മരണത്തോടു കൂടി ഉണ്ടായ ഈ സാഹചര്യങ്ങളെ അവർ തരണം ചെയ്തു വരികയാണ്. സിദ്ധാർത്ഥൻ്റെ മരണത്തിൻ്റെ വേദന ഒരു കാലത്തും ആ കുടുംബത്തെ വിട്ടുപോകില്ല എങ്കിൽ പോലും ആ കുടുംബം അനുഭവിക്കുന്ന ദുഃഖം ഒരു കാലവും മാറിപ്പോകില്ല എങ്കിലും ആ മകനുണ്ടായ ദുരനുഭവം ഇനിയൊരു ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാതിരിക്കാനുള്ള പോരാട്ടത്തിൽ തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ കുടുംബം ഇപ്പോഴും ഉള്ളത്. വിനോദ്, തീർച്ചയായും അഖിൽ, ആ അമ്മയുടെ വാക്കുകൾ ഇടറുകയാണ്. കാരണം അമ്മയായതിനു ശേഷം ആ മകന് വേണ്ടി ഇത്രയും കാലം ജീവിച്ച അമ്മ ആ നഷ്ടപ്പെട്ട മകനെ ഓർത്ത് അവൻ്റെ നീതിക്കായി അവനെ ആരാണോ കൊലപ്പെടുത്തിയത് അവരെ ശിക്ഷിക്കണം, ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ആ അമ്മ മുന്നോട്ട് പോകുന്നത്, ജീവിക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടി, ഗവർണറുടെ ഈ നടപടി ആ കുടുംബത്തിന് ഏറെ ആശ്വാസമാണ്. അതിൽ കുറ്റക്കാർ ആയവരെ സസ്പെൻഷനല്ല, അവരെ ജോലിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണമെന്നുള്ളതാണ് ആ അമ്മയുടെ ആവശ്യം. ഈ ആവശ്യം നീതിപീഠങ്ങൾ അല്ലെങ്കിൽ നീതിയുടെ വാതായനങ്ങൾ ഇത് ചെവിക്കൊള്ളുക തന്നെ ചെയ്യും എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് അമ്മയുടെ ഈ വാക്കുകൾക്ക് ഇവിടെ പ്രസക്തി ഏറുന്നത്. അഖിൽ പാലോട്ടുമോണമാണ് സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ നിന്നും തത്സമയം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്.